2014 ഡിസംബർ 1 മുംബൈയിലെ CBI പ്രത്യേക കോടതിയിൽ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് ബ്രിജ് ഗോപാൽ ഹർകിഷൻ ലോയ എന്ന ജസ്റ്റിസ് ലോയ മരണപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അന്ന് ഹൃദയാഘാതം മൂലമുള്ള ഒരു മരണം എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ മരണം 10 വർഷങ്ങൾക്കിപ്പുറവും വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അന്നു മുതൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇന്നും ഉത്തരങ്ങളില്ലാതെ ബാക്കിയാകുകയാണ്. അന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കേസ് അത് മാത്രമായിരുന്നു ജസ്റ്റിസ് ലോയ വാദം കേട്ടിരുന്നത്. അതിലെ പ്രതിയാകട്ടെ അന്നത്തെ BJPയുടെ ദേശീയ പ്രസിഡന്റായിരുന്ന അമിത് ഷായും. 48-കാരനായ ജസ്റ്റിസ് ലോയ സഹപ്രവർത്തകന്റെ മകളുടെ വിവാഹത്തിനായാണ് 2014 നവംബർ 30 നാഗ്പൂരിലേക്ക് പുറപ്പെടുന്നത്. സഹജഡ്ജിയായ സപ്ന ജോഷിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാഗ്പൂരിലേക്ക് പോകാൻ ലോയയ്ക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ 2 സഹജഡ്ജിമാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ലോയ അവിടേക്ക് യാത്ര തിരിക്കുന്നത്. 2014 നവംബർ 30 രാത്രി 11 മണിക്ക് നാഗ്പൂരിൽ നിന്ന് ലോയ തന്റെ ഭാര്യ ഷർമിളയെ ഫോണിൽ വിളിക്കുകയും 40 മിനിറ്റിലധികം സംസാരിക്കുകയും ചെയ്തു. നാഗ്പൂരിലെ സിവിൽ ലൈൻസ് പ്രദേശത്തുള്ള VIP-കൾക്കായുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസായ രവി ഭവനിലാണ് മറ്റ് ജഡ്ജിമാരോടൊപ്പം ലോയ താമസിച്ചത്. പിറ്റേന്ന് ഡിസംബർ 1 പുലർച്ചെ ലോയയുടെ മരണവാർത്തയാണ് കുടുംബത്തിനെ തേടിയെത്തിയത്. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് കുടുംബത്തിന് ലഭിച്ച വിവരം. 2005 സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസിന്റെ വാദമാണ് ലോയ കേട്ടുകൊണ്ടിരുന്നത്. സൊഹ്റാബുദ്ദീൻ കൊല്ലപ്പെടുന്ന സമയത്ത് ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അമിത് ഷാ ആയിരുന്നു കേസിലെ പ്രധാന പ്രതി. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിന്റെ വ്യാജ ഏറ്റുമുട്ടൽ കേസ് എന്താണെന്ന് പരിശോധിച്ചാൽ അതിങ്ങനെയാണ്. 2005 നവംബർ 26 ഗുജറാത്ത് രാജസ്ഥാൻ മേഖലയിലെ ഗുണ്ടാ സംഘ തലവനും രാഷ്ട്രീയക്കാർക്കും പോലീസ് ഉന്നതർക്കും വേണ്ടി ഒട്ടേറെ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന സൊഹ്റാബുദ്ദീൻ ഷെയ്ഖും ഭാര്യയും സുഹൃത്തും കൊല്ലപ്പെടുന്നത്. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖിനെ പോലീസ് വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്നതാണെന്ന് സുപ്രീം കോടതിയിൽ ഗുജറാത്ത് സർക്കാർ സമ്മതിച്ചിരുന്നു. BJP നേതാവും ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയുമായിരുന്ന ഹരൺ പാണ്ഡ്യ 2003 കൊല്ലപ്പെട്ടതിന് പിന്നിൽ സൊഹ്റാബുദ്ദീനും പങ്കാളി തുളസിറാമുമാണെന്നും അവരെ ഹരൺ പാണ്ഡ്യയുടെ എതിരാളികൾ വിലക്കെടുക്കുകയായിരുന്നെന്നുമായിരുന്നു ആരോപണം. പാണ്ഡ്യയെ സൊഹ്റാബുദ്ദീനാണ് വധിച്ചതെന്നും ഇതിന് കൊട്ടേഷൻ നൽകിയത് മുൻ DIG DG വൻസാരയാണെന്നും കണ്ടെത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ സൊഹ്റാബുദ്ദീൻ വധത്തെക്കുറിച്ച് അവന് അർഹിച്ചത് കിട്ടി എന്ന് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം വിവാദമാവുകയും വധത്തെ ന്യായീകരിച്ച മോദിക്കെതിരെ സുപ്രീം കോടതിയലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു.